ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൻ്റെ വേറൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോയുടെ കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്തു, ഒരു സമാധാനമൊക്കെ കിട്ടി, എല്ലാവർക്കും തണവൊക്കെ ശരീരത്തിനൊക്കെ അടിച്ച സമയത്ത് അപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന വെയിലുണ്ടല്ലോ, 2 ദിവസത്തെ ഇന്നലെയും ഇന്നുമായിട്ടുള്ള വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. കഴിഞ്ഞതിനേക്കാളും മുന്നത്തെ ചൂടാണ് ഇപ്പോൾ വന്നേക്കണേന്ന് തോന്നുന്നു. കാരണം അത്രക്കും നമുക്ക് ശരീരത്തിനൊക്കെ ആകെ വയ്യാണ്ടാവുന്ന ഒരവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നിയത്. ഞാനപ്പോൾ കിടാങ്ങൾക്ക് കുറച്ച് നാളായിട്ട് തന്നെ ഒരു പൗഡർ ഇടുന്നുണ്ട് അവർക്ക് കേട്ടോ, ഒച്ചെടുക്കലടാ, പൗഡർ ഇടലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം അത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാനത് വിട്ടുപോയിട്ടോ, ഞാനതങ്ങനെ മറന്നുപോയി. ചിലപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും പൗഡർ. പക്ഷെ എന്നാലും എനിക്ക് പറ്റിയ ചെറിയൊരു വേറൊരു കാര്യം അതിൻ്റെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒച്ചെടുക്കല്ലോ കുഞ്ഞോ, അപ്പോൾ ഇങ്ങനെ പൗഡർ തപ്പി നടന്ന സമയത്ത് ഒരു ഫാർമസിയിൽ ചോദിച്ചു കേട്ടോ, ഞങ്ങൾ കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലൊരു പൗഡർ. ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഇതുപോലെ ചൂടുന്ന സമയത്ത് നമ്മളവരെ നോക്കിയായിരുന്നു. അപ്പം നമുക്കത് കിട്ടി, പക്ഷെ അത് കുട്ടികൾക്ക് ഇടാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ട്, മെയിനായിട്ട് കുട്ടികൾക്ക് ഇടാനുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. അപ്പോൾ അങ്ങനെ ഫാർമസിയിൽ പോയി ചോദിച്ചപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു, നൈസിൽ കുഴപ്പമില്ല, നൈസിൽ ഇടാം, കുട്ടികൾക്കൊക്കെ ഇടാൻ നല്ലതാണ്, പെട്ടെന്ന് കുറവാകും. അപ്പോൾ അത് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം കഴിഞ്ഞു, നീ വേറെ എവിടെയെങ്കിലും പോയി നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെ അത് നോക്കി വേറെ കുറേ കടയിൽ പോയി. പക്ഷെ അവിടെ ഒക്കെ ചെന്നപ്പോഴും നൈസിൽ കഴിഞ്ഞു, എല്ലാം നൈസിൽ കഴിഞ്ഞു എന്നാണ് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഉണ്ടാണ്ടിക്കടാ ഒരു കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നൈസിൽ കഴിഞ്ഞു, വേറൊരു പൗഡർ ഉണ്ട്, അത് തരാം, ഇപ്പം എല്ലാവരും കൂടുതലായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുട്ടികൾക്കും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ചെറിയ കുട്ടിയാണ്, 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ആൾക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫാർമസിക്കാരൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പൗഡർ തന്നിട്ടാ, ഷവർ ടു ഷവർ. അപ്പോൾ ഷവർ ടു ഷവർ ഇതിനെ കുറ്റം പറയല്ല ഞാൻ, ഇത് നല്ല പൗഡറാണ് കേട്ടോ. കാരണം അത് ഇട്ടിട്ട് നല്ലോണം കുറവുണ്ടായിട്ടുണ്ട്, ചൂടുകൂരൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇടാം എന്ന രീതിയിൽ എത്ര വയസ്സ് തൊട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്ന് അവരോട് ചോദിച്ചിട്ടുള്ളൊരു അറിവല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഞാനിതിൻ്റെ ബാക്കിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ വായിച്ചു നോക്കി. അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോഴാണ് അതിൽ എഴുതി വെച്ചേക്കണത് 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യരുതെന്ന്. അപ്പം എനിക്ക് പറ്റി നോക്കണേ, കാരണം ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവരും ഇത് വായിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കാം. അപ്പോഴും ഞാൻ അവരോട് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, എന്നിട്ടും ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഉപയോഗിച്ചിട്ട് ഇതുവരെ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ കുട്ടികളുടെ സ്കിൻ ഒരുപോലെയാണോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് അവരോട് ചോദിക്കണേ മുമ്പ് നമ്മളിത് വായിച്ചു നോക്കാം. നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ അറിയാലോ, വലിയ അറിവൊന്നും ആവശ്യമൊന്നുമില്ല. ഇതിൽ എഴുതിയിട്ടുണ്ടാവും ചെറിയ രീതിക്ക് തന്നെ, വലിയ ഇംഗ്ലീഷ് പഠിത്തം കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണിച്ചിട്ടായാലും ഒന്ന് ചോദിച്ചാൽ മതിട്ടാ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പറ്റാണത്. കാരണം 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് 3 വയസ്സിന് താഴെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത പൗഡർ, കുഴപ്പമില്ല ഉപയോഗിച്ചോളാൻ പറഞ്ഞ് തന്നു. ചിലപ്പോൾ അത് അവരുടെ വിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ അവരത് കുട്ടികൾക്കുള്ളതും കൂടിയാണ് എന്നുള്ള രീതിയിൽ അറിവുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കാം. അവരുടെ ഭാഗത്തുനിന്ന് വിറ്റ് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. എൻ്റെ ഭാഗത്തുനിന്നും ഒരു മിസ്റ്റേക്ക് വന്നു. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്, അത് ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷെ ഇട്ട് കൊടുത്തിട്ട് അവനക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ കുറഞ്ഞു. പക്ഷെ എല്ലാവരുടെയും സ്കിൻ ടോൺ ഒരുപോലെ ആയിരിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത്. ഷവർ ടു ഷവർ നല്ല പൗഡറാണ്. കാരണം ഇപ്പം ഇത് ഉപയോഗിച്ചിട്ട് ഇത് 2 ഉണ്ടായിരുന്നു. ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ ആയിട്ടൊരു 50 ഗ്രാമിൻ്റെയും കൂടി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു, ഇതിൻ്റെ പകുതി ഇത്രത്തോളമായി. ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. പിന്നെ ഞാൻ അത് വിട്ടുപോയ കാര്യമാണ്. പക്ഷേ ഇന്നലത്തെ ആ ഒരു മഴ കഴിഞ്ഞിട്ടുള്ള ചൂട് വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. കാരണം നല്ല എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവരുടെ ഇവിടെ ഈ കൈൻ്റെ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗത്തൊക്കെ നിറച്ച് ചൂടുകൂരായിരുന്നു. അപ്പം അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ടാണ് നാം ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇട്ട് കൊടുത്ത് നല്ല ഫീൽ ചെയ്തു. എന്താടാ അപ്പോൾ നല്ല ഇത് ഫീൽ ചെയ്തു. പിന്നെ ഇപ്പം ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിച്ചു നോക്കിയതിന് ശേഷം എനിക്ക് ചെറിയ പേടിയുണ്ട്, എൻ്റെ മോനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവന് ഇട്ട് കൊടുക്കുന്നില്ല, മറ്റൊരു 2 പേർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പറ്റിയ വേറെ
വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് കൊടുക്കണം.